ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നതേ വറുത്തരച്ച മീൻ കറിയാണ്. മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അരപ്പുണ്ടാക്കാം. ഓക്കെ, കുറച്ചധികം ഒന്ന് വറക്കാനും പുരട്ടി വെച്ചിട്ട്, വറക്കാൻ പറ്റുന്നതിനകത്ത് ഉപ്പും മഞ്ഞളും മുളകും കുരുമുളക് പൊടിയും കൂടിയാണ് വറക്കാൻ വയ്ക്കുന്നത് കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായപ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി, ഉള്ളി, പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് വഴറ്റിയെടുക്കും. ശകലം ഉപ്പും കൂടി ചേർക്കും കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ. അതൊന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്കും വറുത്തരച്ച് വെച്ചത്, വറുത്തരയ്ക്കണ എന്തൊക്കെയാണെന്ന് വെച്ചാൽ തേങ്ങ, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, 2 വെളുത്തുള്ളിച്ചുള, ഒരു കുറച്ച് ചെറിയ ഉള്ളി, എല്ലാം കൂടി നല്ലോണം വറുത്തിട്ടാണ് അരച്ചത്. ആ അരപ്പ് നമ്മൾ ആ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുത്ത് അതിനെ ഒന്നും കൂടി വഴറ്റിയെടുക്കും. നന്നായിട്ട് വഴരണം കേട്ടോ. നല്ലോണം എണ്ണ തെളിഞ്ഞ് വരണം വരെ ആ അരപ്പൊന്ന് വഴറ്റി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളവും ഒഴിച്ച് നന്നായി ഒന്ന് തിളക്കട്ടെ. നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉപ്പ് പാകത്തിനുള്ളത് ആദ്യം നമ്മൾ ഉപ്പിട്ടെങ്കിലും പാകമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് അരപ്പ് നന്നായിട്ട് ഒന്ന് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ആ മിക്സ് കഴുകിയ വെള്ളം ഒഴിച്ച് കൊടുക്കാം. മിക്സിക്കകത്ത് കുറച്ച് അരപ്പുണ്ടല്ലോ, അത് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അത് പോരെങ്കിൽ കുറച്ച് വെള്ളവും കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് നല്ലോണം ഒന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിടാം. മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ടിട്ട് അത് ഒന്നിരുന്ന് വറ്റി കുറുകി വരണേ. തിളച്ച് അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഇപ്പം നമ്മൾ കയ്യിൽ കൊണ്ടാണ് അമർത്തണമെങ്കിൽ പിന്നെ നമ്മളൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. അത് നല്ലോണം പാകമായി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞത്, കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് അതൊന്ന് മൂപ്പിച്ച് കറിയുടെ മുകളിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ കറിക്ക് പ്രത്യേക ഒരു മണവും സ്വാദും ഉണ്ടാകാൻ അത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്, വറുത്തരച്ച മീൻ കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.